നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർഫസ് കെമിസ്ട്രി എന്നുള്ള നമ്മുടെ ചാപ്റ്റർ ആണ്. ഇതിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എൻസൈം കറ്റാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എൻസൈം കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എൻസൈംസ് എന്താണെന്ന് പഠിക്കണം, പിന്നെ എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കണം, അതിന്റെ ചില പ്രോപ്പർട്ടീസ്, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് എൻസൈം കറ്റാലിസിസ്? അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എൻസൈംസ് എന്താണെന്ന് നോക്കണം. എൻസൈംസ് എന്താണ് എന്നുള്ളത് നമ്മുടെ ബയോളജി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുള്ളതാണ്. എൻസൈംസ് ആർ കോംപ്ലക്സ് നൈട്രോജീനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പം ആനിമൽസും പ്ലാന്റ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രോജീനസ് ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുക. ഈ എൻസൈംസ് തന്നെ നമുക്ക് പല ബയോളജിക്കൽ പ്രോസസ്സുകളും അല്ലെങ്കിൽ ബയോളജിക്കൽ റിയാക്ഷൻസും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻസൈംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുക. അതായത് എൻസൈം കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ്, എൻസൈം കറ്റാലിസിസ്. അപ്പോ ഈ നമ്മുടെ ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എൻസൈംസിനെ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയും. ഇനി അങ്ങനെയുള്ള ആ പ്രോസസ്സുകളെ നമ്മൾ ബയോ കെമിക്കൽ കറ്റാലിസിസ് എന്നും പറയാറുണ്ട്. അപ്പോൾ എൻസൈം കറ്റാലിസിസ് അല്ലെങ്കിൽ ബയോ കെമിക്കൽ കറ്റാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ്, എൻസൈം കറ്റാലിസിസ് ഓർ ബയോകെമിക്കൽ കറ്റാലിസിസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് സുക്രോസിനെ ഹൈഡ്രോളിസിസ് നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന പ്രോസസ്. ഈ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആൻ എൻസൈം കറ്റാലിസിസ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസിനെ C6H12O6 ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്ന പ്രോസസ് ഉണ്ട്. ആ റിയാക്ഷനകത്ത് ഉപയോഗിക്കുന്ന എൻസൈം ആണ് സൈമേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എൻസൈം കറ്റാലിസിസ്. മറ്റൊരു എക്സാമ്പിൾ ആണ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന പ്രോസസ്. അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ആണ് ഡയാസ്റ്റേസ് എന്ന് പറയുക. അതുപോലെ ഈ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എൻസൈം ആണ് മാൾട്ടേസ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ എൻസൈം കറ്റാലിസിസിന് എക്സാമ്പിൾസ് ആണ്. ജനറലി ഈ ASC കൂട്ടി വരുന്ന ടേംസ് എൻസൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എൻസൈം ആണ് യൂറിയയെ ഡീകമ്പോസ് ചെയ്ത് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുമ്പോൾ അവിടെ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. ഇനി പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്, ആ ഒരു റിയാക്ഷൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം. അതുപോലെ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എൻസൈം കറ്റാലിസിസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ പർട്ടിക്കുലർ എൻസൈമും ഏത് റിയാക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കണം. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിനകത്ത് ഏതാണ്, ഡീകമ്പോസിഷനകത്ത് ഏതാണ്, പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്ന ആരാണ്, അങ്ങനെ ഏത് എൻസൈമും ഏത് റിയാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരിക്കണം. ഇനി നമ്മൾ എൻസൈം കറ്റാലിസിസിന്റെ ചില ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കയറുകയാണ്. ഒന്നാമത്തേത് ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഈച്ച് എൻസൈം ഈസ് എ സ്പെസിഫിക് ഫോർ എ ഗിവൺ റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷന് ഒരു പർട്ടിക്കുലർ എൻസൈം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടു ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ആ എൻസൈം അല്ല നമ്മൾ യൂറിയയുടെ ഡീകമ്പോസിഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റിയാക്ഷനും ഒരു പർട്ടിക്കുലർ എൻസൈം ഉണ്ടായിരിക്കും. എൻസൈമിന്റെ ആക്ടിവിറ്റി എപ്പോഴും സ്പെസിഫിക് ആണ്. രണ്ടാമത്തേതാണ് ഹൈലി എഫിഷ്യന്റ്, അതായത് 1 molecule ഓഫ് ആൻ എൻസൈം മേ ട്രാൻസ്ഫോം 1 million molecules ഓഫ് ദ റിയാക്ടന്റ് പെർ മിനിറ്റ്. അതായത് നമ്മൾ എൻസൈമിനെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട, വളരെ കുറച്ച് എമൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് എൻസൈമിന്റെ ആക്ടിവിറ്റി നമുക്ക് അവിടെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മോളിക്യൂൾ എൻസൈമിൽ തന്നെ ഒരുപാട് റിയാക്ടന്റ് മോളിക്യൂൾസിനെ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് അവർക്ക് എഫിഷ്യൻസി കൂടുതലാണ്. അടുത്ത പോയിന്റ് ആണ് ദേ ആർ ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH. അതായത് ബയോളജിക്കൽ റിയാക്ഷൻസിലേക്ക് വരുമ്പോൾ എൻസൈംസ് അതിന്റെ മാക്സിമം ആക്ടിവിറ്റി, ഒപ്റ്റിമം ആക്ടിവിറ്റി കാണിക്കുന്നത് ഒരു പർട്ടിക്കുലർ pHലും ടെമ്പറേച്ചറിലുമായിരിക്കും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ ആ എൻസൈം അതിന്റെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുക, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും ആ pHനെ നമ്മൾ ഒപ്റ്റിമം pH എന്നും പറയും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ആൻ എൻസൈം കാറ്റലൈസ്ഡ് ടു റിയാക്ഷൻ ഈസ് മാക്സിമം അറ്റ് എ പർട്ടിക്കുലർ pH കോൾഡ് ഒപ്റ്റിമം pH. ജനറലി pH വാല്യൂസ് 5 to 7 ആകുമ്പോഴും
ടെമ്പറേച്ചർ വാല്യൂസ് 298 to 310 കെൽവിൻ വരുമ്പോഴുമാണ് എൻസൈംസ് അതിന്റെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും ഒപ്റ്റിമം pH എന്നും പറയുക. ഇനി മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസിംഗ് ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് കോ എൻസൈംസ് ആൻഡ് ആക്ടിവേറ്റേഴ്സ്. അതായത് the enzymatic activity is increased in the presence of certain substances known as coenzymes and activators like beta-cations. അതായത് ചില സബ്സ്റ്റൻസുകളുടെ പ്രസൻസിൽ എൻസൈമിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ എൻസൈമിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കോ എൻസൈംസ് അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അമൈലേസ്. അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ Na+ അയോൺസ് ഉള്ളത് കൊണ്ട് അതിന്റെ ആക്ടിവിറ്റി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻസൈം കറ്റാലിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഏറ്റവും ആദ്യമേ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ആൻഡ് ഹൈലി എഫിഷ്യന്റ്. ആ രണ്ടെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ്. പിന്നെ ഒപ്റ്റിമം pHലും ഒപ്റ്റിമം ടെമ്പറേച്ചറും ദേ ആർ ഹൈലി ആക്റ്റീവ്. Then they show enhanced activity in presence of coenzymes and activators. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുക, അതിന്റെ മെക്കാനിസം എന്താണെന്നാണ്. നമുക്ക് 2 സിമ്പിൾ സ്റ്റെപ്പിൽ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, E+S gives ES*. അതായത് ഇ എന്ന് പറഞ്ഞാൽ എൻസൈം, എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയാക്ടന്റ്. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ കൂടി ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, ES*. അപ്പോൾ ഫോർമേഷൻ ഓഫ് ആൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എൻസൈം കമ്പൈൻസ് വിത്ത് സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. E+S gives ES*. ഇനി എൻസൈമിന്റെ പ്രത്യേകതയാണ് the surface of enzymes contain large number of cavities with a characteristic shape and possess active groups such as NH2, COOH, OH, etc. അതായത് എൻസൈമിന്റെ സർഫസിൽ ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും, ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെയെല്ലാം അമിനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, ആൽക്കഹോൾ ഗ്രൂപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളും അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ക്യാവിറ്റീസും അതുപോലെ ചില ഫങ്ഷണൽ ഗ്രൂപ്പുകളും എൻസൈമിന്റെ സർഫസിന് ഉണ്ടായിരിക്കും. ഇനി the molecules of the reactant fit into these cavities just like a key fits into a lock. So an activated complex is formed. അപ്പം നമ്മൾ പറഞ്ഞു ഈ എൻസൈമിന്റെ സർഫസിൽ പല ക്യാവിറ്റീസ് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിയാക്ടന്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ഈ ക്യാവിറ്റീസിലേക്ക് വന്ന് ഫിറ്റ് ആവുന്നു, അറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ലോക്കിന് ഒരു കീ ഫിറ്റ് ആവുന്നത് പോലെ. അതുകൊണ്ട് നമ്മൾ അതിനെ ലോക്ക് ആൻഡ് കീ തിയറി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നതാണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ കൂടി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു എൻസൈമും പ്രൊഡക്റ്റും ആയിട്ട് മാറുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഡീകമ്പോസിഷൻ ഓഫ് ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ടു ഫോം പ്രൊഡക്റ്റ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഗിവ്സ് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ്. The activated complex formed decomposes to products. This is known as lock and key theory. അപ്പോൾ ഈ 2 സ്റ്റെപ്പിലാണ് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ നടക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിന് നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പിന് എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സെക്കൻഡ് സ്റ്റെപ്പിന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഗീവ്സ് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ്. ഇതാണ് എൻസൈം കറ്റാലിസിസിന്റെ 2 സ്റ്റെപ്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുക. ഇവിടെ നമുക്ക് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. NCERT ടെക്സ്റ്റില് പേജ് നമ്പർ 133 കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഇതാണ് നമ്മൾ എടുക്കുന്ന എൻസൈം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. രണ്ടിനും നമുക്ക് നോക്കുമ്പോൾ കാണാം ചില ക്യാവിറ്റീസ് ഉണ്ട്, പർട്ടിക്കുലർ ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് ആ എൻസൈം ഈ സബ്സ്ട്രേറ്റ് രണ്ടും കൂടി ഫിറ്റായി ഇവിടെ നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് റിയാക്ഷൻ നടന്ന് എൻസൈമും പ്രൊഡക്റ്റുമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വന്നപ്പോൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒറ്റ കമ്പോണന്റ് ആയിരുന്നു. അതിനെ ഈ എൻസൈം സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി മാറ്റി. അപ്പോൾ എൻസൈമിന് പല ഫങ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ 2 ആയിട്ട് വരുന്ന സബ്സ്ട്രേറ്റിനെ ഒരുമിച്ച് ഒറ്റയാക്കി വിടുക എന്നുള്ളതായിരിക്കും, ഒരു സിംഗിൾ കമ്പോണന്റ് ആക്കുക എന്നുള്ളതായിരിക്കും ഒരു ഫംഗ്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ ആയിട്ട് വരുന്ന കമ്പോണന്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പീസാക്കി വിടുക അല്ലെങ്കിൽ പല പ്രൊഡക്റ്റ് ആക്കി വിടുക എന്നുള്ളതായിരിക്കും ഫംഗ്ഷൻ. അത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി എൻസൈംസ്. അപ്പോൾ ഇത് നമുക്ക് അതിന്റെ ഒരു ഡയഗ്രമായിട്ട് നമുക്ക് പറയാം. ഇനി ഇവിടുത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് എൻസൈം കറ്റാലിസിസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ എൻസൈം കറ്റാലിസിസ് എന്ന പ്രോസസ് നടക്കുക എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം.
ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതൊരു എൻസൈം ആണ്. ഈ എൻസൈമിന് ഇവിടെ ചില പ്രത്യേക ഷേപ്പുകൾ ഉണ്ട് അതിന്റെ സർഫസിന്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാവിറ്റി, ഈ ക്യാവിറ്റീസിന് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് വേണം വരുന്ന സബ്സ്ട്രേറ്റും ഇതിലേക്ക് വരാൻ, എങ്കിലും നമുക്ക് അവിടെ കോംപ്ലക്സ് ഫോം ചെയ്യത്തുള്ളൂ. ഇതാണ് ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു എൻസൈമിന്റെ ക്യാവിറ്റീസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആകുന്ന രീതിയിലാണ് സബ്സ്ട്രേറ്റിന്റെ ഷേപ്പും ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റും കൂടെ കൂടി ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. ഇനി ഈ കോംപ്ലക്സ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഒരു സിംഗിൾ കമ്പോണന്റ് ആയിട്ട് വന്ന റിയാക്ടന്റ് മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റി. അതായിരുന്നു അതിന്റെ ഫംഗ്ഷൻ. Sylvester and Orlando. Like Milo, Larry sees the two substrates exactly the same. However, unlike Milo, ഇപ്പൊ കണ്ടോ, ആദ്യം വന്നപ്പോൾ അത് ഒറ്റ കമ്പോണന്റ് ആയിട്ടായിരുന്നു ആദ്യത്തെ എൻസൈമിന്റെ കേസിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു എൻസൈമിന്റെ ക്യാവിറ്റീസിലേക്ക് ഫിറ്റ് ആകുന്നത് പോലെ രണ്ട് റിയാക്ടൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് റിയാക്ടൻസും ഈ ക്യാവിറ്റീസിലേക്ക് കംപ്ലീറ്റ്ലി അവിടെ ഫിറ്റ് ആയി. ഇനി ഇപ്പൊ ഇതാണ് നമ്മളെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാണ് അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? രണ്ട് സെപ്പറേറ്റ് കമ്പോണൻസ് ആയിട്ട് വന്ന സബ്സ്ട്രേറ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്ന മെക്കാനിസം അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മളൊരു വീഡിയോ വഴി കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി. ഇപ്പൊ നമ്മൾ കാറ്റലിസ്റ്റുകളെ കുറിച്ചായിരുന്നു പഠിച്ചു പോകുന്നത്. അതിനകത്ത് നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ്, ഹോമോജീനസ്, ഹെട്രോജീനസ്, ദെൻ എൻസൈം കറ്റാലിസിസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മൂന്ന് മെയിൻ പ്രോസസ്സുകളാണ് ഹേബർ പ്രോസസ്സും, ഓസ്വാൾഡ് പ്രോസസ്സും, കോണ്ടാക്ട് പ്രോസസ്സും. ഹേബർ പ്രോസസ് എന്ന് പറയുന്ന മാനുഫാക്ചർ ഓഫ് അമോണിയ ആണ്. ഓസ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്ന മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആണ്. കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്ന മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഈ മൂന്ന് ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിലും നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് സബ്സ്റ്റൻസുകളാണ്. ഹേബർ പ്രോസസ്സിനകത്ത് ഫൈനലി ഡിവൈഡഡ് അയൺ, ഓസ്വാൾഡ് പ്രോസസ്സിനകത്താണെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ്, അതായത് ആസ്ബസ്റ്റോസ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം. ദെൻ സൾഫ്യൂരിക് ആസിഡിനകത്താണെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ് ഓർ വനേഡിയം പെന്റോക്സൈഡ് P2O5. അപ്പോൾ ഇത് നമുക്ക് അറിയാമായിരിക്കണം ഏത് പ്രോസസ് ഏത് മാനുഫാക്ചർ എന്നുള്ളതാണ്, അവിടെയുള്ളത് ഏത് കാറ്റലിസ്റ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിയാമായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കറ്റാലിസിസുകളെ കുറിച്ച് പഠിച്ചത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ഒരു സെക്ഷന്റെ അകത്ത് നമ്മൾ പറഞ്ഞത് എൻസൈം കറ്റാലിസിസിനെ കുറിച്ചും പിന്നെ കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രിയുമാണ്. ഇവിടുന്ന് നമുക്ക് സാധാരണ ചോദിക്കാറുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ആദ്യത്തേത് എക്സ്പ്ലെയിൻ എൻസൈം കറ്റാലിസിസ്, ഗിവ് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഗിവ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 4-5 പഠിച്ചിട്ടുണ്ട്. നമുക്ക് മിനിമം നമുക്ക് 2 എണ്ണമെങ്കിലും അറിയാമായിരിക്കണം. അത് ആദ്യത്തെ 2 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഹൈലി സ്പെസിഫിക്, ഹൈലി എഫിഷ്യന്റ്. പിന്നെ എക്സ്പ്ലെയിൻ മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്, 2 സിമ്പിൾ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അത് 2 സ്റ്റെപ്പ് അതിന്റെ ഇക്വേഷൻ എഴുതാനും അതിന്റെ ഡീറ്റെയിൽസ് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. അടുത്തത് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. ഓരോ എൻസൈമിന്റെയും പേര്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ഈസ് കാറ്റലൈസ്ഡ് ബൈ ഡാഷ്, then glucose is converted into ethyl alcohol by which enzyme. അതുപോലെ starch is converted into maltose by dash, maltose is converted into glucose by dash. Enzymes that converts proteins into peptides in stomach is dash. Then Haber process is catalyzed by, Oswald process is catalyzed by, contact process is catalyzed by. ഇതൊക്കെ നമുക്ക് match the following ആയിട്ടും ചോദിക്കാം, fill in the blanks ആയിട്ടും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ തന്നിട്ട് എടുത്തിടാനായിട്ടും ചോദിക്കാം. പല രീതിയിൽ വരാം.
ഇനി മറ്റൊരു രീതിയിൽ ചോദിച്ച ഒരു പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. സുക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ ഇൻവെർട്ടേസ്. നെയിം ദ എബോവ് കറ്റാലിസിസ്. അപ്പോൾ സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഇൻവെർട്ടേസ് ആണ്. അപ്പോൾ ഇത് ഏത് കറ്റാലിസിസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ എൻസൈം കറ്റാലിസിസ്. പിന്നെ ചിലപ്പോൾ അതിന്റെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടീസും ഡെഫിനിഷൻസും ഒക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് മുമ്പ് നമ്മൾ പറഞ്ഞ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് വരാം. ഹെബർ പ്രോസസ് ഇതിനകത്ത് ഏതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. ഹെബർ പ്രോസസ്, മാനുഫാക്ചർ ഓഫ് അമോണിയ, ഫൈൻഡ് ഡിവൈഡഡ് അയൺ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കറ്റാലിസിസിനകത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു ചെറിയ സെക്ഷനിൽ നമ്മൾ എടുത്തത് എൻസൈം കറ്റാലിസിസ് എന്താണെന്നും ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട പ്രോസസ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റുകൾ ഏതാണ് എന്നുമാണ്. ഇതോടുകൂടി നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുക അല്ലെങ്കിൽ കറ്റാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ തീരുന്നു. ഇതിന്റെ ബാക്കി സെക്ഷൻസ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ എടുക്കാം. താങ്ക് യു സോ മച്ച്.